നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ഘോര യുദ്ധത്തെക്കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. പറയുന്നത് പോലെ തന്നെ ഈ ആയുധങ്ങൾ കൊണ്ടുള്ള ഒരു യുദ്ധമല്ല, മറിച്ച് തീരുവ യുദ്ധമാണ്, വ്യാപാര യുദ്ധമാണ്. വ്യാപാര യുദ്ധമെന്ന് പറയുമ്പോൾ അധിക തീരുവ ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. 50% തീരുവ എന്ന അധിക ഭാരം ഇന്ത്യക്ക് മേൽ വന്നിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധി രൂക്ഷമാണ്. എങ്കിൽ തന്നെയും അടിയറവ് പറയാൻ നമ്മൾ തയ്യാറല്ല. ഒരു തരത്തിലും ഈ വിഷയത്തിൽ US-മായി കൂടുതൽ ഒരു വാക്പോരിനോ ഒന്നും തന്നെ നമ്മൾ നിന്നിട്ടില്ല. പക്ഷേ കടുത്ത നടപടികളിലേക്ക് നമ്മളും കടക്കും എന്നുള്ള ഒരു സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ കേന്ദ്ര സംഘം ഇപ്പോൾ ചർച്ചകൾ ചെയ്യുന്നുണ്ട് എന്നാണ് വിവരം. എന്തായാലും ഇത് പ്രാബല്യത്തിൽ വന്നതോടുകൂടി തന്നെ വലിയൊരു ആശങ്ക വ്യാപാര മേഖലയിൽ ഉയർന്നിട്ടുണ്ട്. പക്ഷേ ട്രംപിന്റെ ഇമാതിരി ഉമ്മാക്കികൾക്കൊന്നും മുൻപിൽ അടിയറവ് പറയാൻ തയ്യാറല്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ ഇന്ത്യ നിൽക്കുന്നു. അതിന്റെ ചില സൂചനകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടൊരു വാർത്ത വരുന്നത്, സാധാരണ അമേരിക്കൻ പ്രസിഡന്റ് ഏതെങ്കിലും ഒരു രാജ്യത്തെ രാഷ്ട്രതലവനെ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കാതെയോ സംസാരിക്കാതെ ഇരിക്കുകയോ ചെയ്യുന്ന നിലപാടൊന്നും ഒരു രാജ്യങ്ങളും സ്വീകരിക്കില്ല. എന്താണ് എന്ന് കാര്യമെങ്കിലും തിരക്കും. പക്ഷേ ഇന്ത്യ US-നോട് ഞങ്ങൾ പ്രതിഷേധത്തിലാണ് എന്നുള്ളതിൻ്റെ ആദ്യ സൂചന കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അമേരിക്കയ്ക്ക് തീരുമാനിക്കാം ഇന്ത്യയുമായി ബന്ധം വേണമോ അതോ വിച്ഛേദിക്കണമോ എന്നുള്ളത്. പക്ഷേ അങ്ങനെ ഇന്ത്യക്ക് അമേരിക്ക ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സാഹചര്യമൊന്നും നമുക്കില്ല. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. നമ്മളങ്ങനെ ട്രംപിന് മുൻപിൽ അടിയറവ് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഒരിക്കലും അങ്ങനെയില്ലല്ലോ. ഇപ്പോൾ ഇന്ന് US സമയം ബുധനാഴ്ച അർദ്ധരാത്രി 12:01 ഇന്ത്യൻ സമയം പകൽ 9 മണിക്ക് അധിക തീരുവ നിലവിൽ വന്നു കഴിഞ്ഞു. നിലവിലെ 25% പകരച്ചുങ്കത്തിനോടൊപ്പം ഈ 25% കൂടി ചേരുമ്പോൾ US-ലേക്ക് കയറ്റുമതി ചെയ്യുന്ന ചരക്കുകളുടെ തീരുവ 50%-മായി ഉയരുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. കാരണം ട്രംപ് കുറേ മുന്നറിയിപ്പുകളൊക്കെ തന്നിരുന്നു, ഞങ്ങളിങ്ങനെ ചെയ്യുമെന്ന്. ഇന്ന് 50% അധിക തീരുവ നിലവിൽ വരികയും ചെയ്തു. ഇതിന് കാരണമായിട്ട് പറയുന്നത് റഷ്യൻ എണ്ണ വാങ്ങുന്നതാണ്. അപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുകയാണെങ്കിൽ ഇനിയും അതുപോലെ തന്നെ വാങ്ങിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും നമ്മൾ എന്നുണ്ടെങ്കിൽ ഇന്ത്യയെ ഇനിയും കൂടുതൽ ശിക്ഷിക്കും എന്നാണ് US പറഞ്ഞിട്ടുള്ളത്. ഇത് പറയുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യവും കൂടി പറയണം. ഇങ്ങനെ റഷ്യയുമായിട്ടുള്ള വ്യാപാര ബന്ധം തുടർന്നാൽ ഞങ്ങൾ അങ്ങ് മൂക്ക് ചെത്തിക്കളയുമെന്ന് പറയുന്ന ട്രംപ് ഉണ്ടല്ലോ, ഇപ്പോൾ റഷ്യയുമായിട്ട് വ്യാപാരത്തിന് തയ്യാറെടുക്കുകയാണ്. അവർ തമ്മിലൊരു അതായത് ആ ഒരു ചില യുദ്ധോപകരണങ്ങളുടെ കാര്യത്തിലൊക്കെ കരാറുണ്ടാക്കാൻ പോവുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് മാത്രമേ പാടുള്ളൂ, വേറെ ആരും പാടില്ല, ഞങ്ങൾ പറയുന്നത് അനുസരിക്കണം, അതൊക്കെ അങ്ങ് മടക്കി പോക്കറ്റ് വെച്ചാൽ മതി. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇന്ത്യ അതിനെ ഒട്ടും അതിലേക്ക് ശ്രദ്ധ കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഈ നടപടി വളരെ അന്യായമാണെന്നും നീതീകരിക്കാനാകാത്തതാണെന്നും യുക്തിരഹിതവുമാണെന്ന് തന്നെ ഇന്ത്യ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ശക്തമായ നിലപാട് തന്നെയാണ് എടുത്തത്. മോദി വളരെ കൃത്യമായിട്ട് പറഞ്ഞു, നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെയും നമ്മുടെ കർഷകരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല എന്ന് നരേന്ദ്രമോദി വ്യക്തമായിട്ട് പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യത്തിനെ മുൻനിർത്തി തന്നെയാണ്, അല്ലാതെ ട്രംപ് പറയുന്നതിനെ അപ്പോൾ തന്നെ അത് കേട്ട് അതിലനുസരിച്ച് നിൽക്കുകയൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇത് വെറും ഒരു സൂത്രം മാത്രമായിരുന്നു. കാരണം 4 ഫോൺ കോളുകൾ വിളിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. ഇതുപോലെ തന്നെ ഇതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട്. വിയറ്റ്നാമുമായിട്ടുള്ള ചർച്ചകളിലും ഇതുപോലെ തന്നെ ആദ്യം താരിഫും ഇതെല്ലാം ചുമത്തി, അതിനുശേഷം വിളിച്ചു കഴിഞ്ഞ് അതിൽ നിന്നെല്ലാം തന്നെ മാറുകയും ചെയ്തു. അപ്പോൾ പക്ഷെ അത് രാജ്യത്തിന് കൂടുതൽ വിയറ്റ്നാമിലേക്ക് കൂടുതൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടുള്ള ഒരു നടപടി സ്വീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത്തരം തന്ത്രങ്ങൾക്കൊന്നും തന്നെ നമ്മൾ വഴങ്ങില്ല, ഒരു സമ്മർദ്ദത്തിനോ ഒരു ഭീഷണികൾക്കോ രാജ്യം വഴങ്ങില്ല എന്ന് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. 50% താരിഫ് ട്രംപ് ഭരണകൂടം ഇന്ത്യക്ക് മേൽ ചുമത്തിയ അതേ സമയത്ത് തന്നെയാണ് പ്രധാനമന്ത്രി മോദിയുമായി സംസാരിക്കാൻ ട്രംപ് ശ്രമിച്ചത് എന്നുള്ളത് ഒരു സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ്. എന്നിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നതൊക്കെ ചെയ്യാമെങ്കിൽ ഞങ്ങളത് തീർക്കാം, അപ്പോൾ ഈ റഷ്യയുമായിട്ടുള്ള വ്യാപാര ബന്ധം നമ്മൾ നിലനിർത്തുകയാണെങ്കിൽ, നമ്മൾ ഇനി അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ താരിഫ് കുറയ്ക്കാമെന്ന് പറയാൻ വേണ്ടി തന്നെയാകണം അന്ന് വിളിച്ചിട്ടുണ്ടായിരിക്കും. 4 തവണ ഫോൺ കോൾ വന്നത്. പക്ഷെ അതൊരിക്കലും ഇന്ത്യ പറഞ്ഞു അങ്ങനെ ഒരു കാര്യത്തിൽ നമ്മൾ ചെയ്യില്ല. അപ്പോൾ ആ ഒരു തീരുമാനത്തിൽ തന്നെയാണ്. എന്തായാലും ഓഗസ്റ്റ് 6-നാണ് ട്രംപ് 25% കൂടുതൽ ആക്കി എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ചത്. ഇപ്പോൾ 50% ആയിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ച് മുതൽ ജൂലൈ വരെ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ 5 തവണ ചർച്ചകൾ നടന്നിരുന്നു.
ഈ 5 തവണ നടന്ന ചർച്ചകളും പരാജയപ്പെട്ടു. അതിനുശേഷമാണ് ഈ തീരുവ ഇങ്ങനെ കൂട്ടുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചർച്ചകൾ നടന്നിരുന്നു. പക്ഷെ അമേരിക്കയുടെ ഒരു ഭീഷണിക്കും നമ്മൾ വഴങ്ങിയില്ല. നമ്മുടെ ഊർജ്ജ നയം നമ്മൾ സ്വീകരിക്കും. നമുക്ക് എന്താണോ ഏറ്റവും നല്ലത്, ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള ഊർജ്ജ നയം നമ്മൾ സ്വീകരിക്കും എന്ന നിലപാട് ഇന്ത്യ എടുത്തു. അതുകൊണ്ടാണ് ചർച്ചകളെല്ലാം വഴിമുട്ടാൻ കാരണമായത്. അല്ല, ഈ ഒരു രീതി, അതായത് ഇത്തരത്തിൽ ഒരു കടുത്ത നടപടിയിലേക്ക് നമ്മൾ എത്തണം എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ കൂടി ആവശ്യമാണ്. നമ്മളങ്ങനെ ഒരു രാജ്യത്തിന്റെയും അടിമയായി നിൽക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇനിയും ഇതുപോലെ പ്രതിസന്ധികൾ വരുമ്പോൾ അന്നും ഈ അധിക തീരുവ ഭീഷണി കാർഡ് ഇറക്കാൻ ട്രംപ് മടിക്കില്ല. അപ്പോഴും നമ്മളങ്ങ് പഞ്ചപുച്ഛം അടക്കി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏത് രാജ്യത്തോടാണെങ്കിലും നമ്മുടെ നിലപാട് നമ്മൾ കൃത്യമായി പറഞ്ഞു വെക്കുക. അല്ലാതെ ഈ അവസരത്തിനൊത്ത് കാലുമാറി കളിക്കുന്ന ആൾക്കാരുടെ മുൻപിൽ അങ്ങനെ ഓച്ചാനിച്ച് നിൽക്കേണ്ട സാഹചര്യം ഇന്ത്യ എന്ന രാജ്യത്തിനില്ല. നമ്മുടെ ചരിത്രം അതല്ല. നമുക്ക് എല്ലാ രാജ്യങ്ങളുമായും വളരെ നല്ല ഒരു നയതന്ത്ര ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരാണ് നമ്മൾ. എന്തിനേറെ പറയുന്നു, നമ്മൾ ഏറ്റവും കൂടുതൽ യുദ്ധമുഖത്ത് നിൽക്കുന്നത് പാകിസ്ഥാനുമായിട്ടാണ്. എങ്കിൽ തന്നെയും പാകിസ്ഥാനിൽ ഒരു പ്രളയം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള ഒരു വിവരം കിട്ടുമ്പോൾ കൃത്യമായ ആ ഭരണകൂടത്തെ അറിയിക്കുകയാണ് നമ്മൾ ചെയ്തത്. നമ്മുടെ രീതി അതാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും നേരെയുള്ള ഒരു വെല്ലുവിളി കൂടിയാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വന്നിരിക്കുന്നത്. അതാണ് ഞാൻ മുൻപ് പറഞ്ഞത്, ഇതൊരു യുദ്ധമാണ്. തീരുവ എന്നുള്ള ഒരു യുദ്ധ കാർഡാണ് ട്രംപ് പുറത്തെടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അവരുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുത്താൽ എല്ലാ കാലത്തും നമ്മൾ അങ്ങനെ വഴങ്ങിക്കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അതിന് ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങളുടെ നയം എല്ലാ കാലത്തും ഇത് തന്നെയാണ് എന്ന് നമ്മൾ ഒരിക്കൽ പറഞ്ഞു വെച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇതുപോലെയുള്ള ഊച്ചാളിത്തരങ്ങളുമായിട്ട് ഈ പറയുന്ന ട്രംപ് ആണെങ്കിൽ വരില്ല. ട്രംപ് എന്നല്ല, അമേരിക്കയുടെ പ്രസിഡന്റ് കസേരയിൽ ആര് വന്നാലും വരില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ നമുക്ക് പ്രതിസന്ധി ഉണ്ട്, ഇല്ല എന്നല്ല. വലിയ രീതിയിൽ ഈ അധിക തീരുവ നമ്മളെ ബാധിക്കുന്നതാണ്. ഇപ്പോൾ തന്നെ ഏറ്റവും പ്രധാനമായി വന്നിരിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത്, ഇപ്പോൾ US ഈ ചുമത്തിയ അധിക തീരുവയെ തുടർന്ന് തിരുപ്പൂർ ഉൾപ്പെടെയുള്ള മേഖലകളിലെ തുണിത്തര നിർമ്മാതാക്കൾ ഉൽപാദനം നിർത്തിവെച്ചിരിക്കുകയാണ്. കാരണം ഈ ഒരു ഭാരം അധിക ഭാരമാണ്. അത് മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോൾ അവരത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരിക്കുന്നത്. ഒരു വ്യാപാര സ്ഥാപനത്തിലെ വ്യവസായ സ്ഥാപനത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ പ്രതിസന്ധി എത്രത്തോളമാണെന്ന് നമുക്ക് ഊഹിക്കാം. തൊഴിലാളികളുടെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയമാണ്, രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന വിഷയമാണ്. അത്തരത്തിലുള്ള ഒരുപാട് പ്രതിസന്ധികൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഈ തൊഴിലാളികൾക്ക് വലിയ ദുരിതങ്ങൾ ഉണ്ടാകാതെ അവർക്ക് മുൻപോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കും എന്നിപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവർക്ക് ഇപ്പോൾ ഇത് നിർത്തിവെക്കേണ്ടി വന്നതുകൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതിന് താൽക്കാലിക പരിഹാരം എന്ന നിലയിൽ ചില നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാണ്. ഈ തിരുപ്പൂരിലെ മാത്രമല്ല, ഗുജറാത്ത്, അതുപോലെ തന്നെ രാജസ്ഥാൻ തുടങ്ങിയ മേഖലകളിലെ പല വ്യവസായ സ്ഥാപനങ്ങളും ഇപ്പോൾ ഈ തുണിയുടെ ഒരു നിർമ്മാണം നിർത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇത് നമ്മളെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്, ഇല്ല എന്നൊന്നുമല്ല. പക്ഷേ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് എങ്കിലും നമ്മൾ ഈ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാൻ നിൽക്കരുത്. അത് തന്നെയാണ് നമ്മുടെ രാജ്യ താല്പര്യം. അതെ, അപ്പൊ ഇത് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിനൊപ്പം തന്നെ അടുത്ത നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് സാമ്പത്തിക സഹായം നൽകാൻ തീരുമാനമായിട്ടുണ്ട്. അതുപോലെ തന്നെ ചൈന, ലാറ്റിൻ അമേരിക്ക, മിഡിൽ ഈസ്റ്റ് തുടങ്ങിയ പുതിയ വിപണികളിലേക്ക് വ്യാപാരം വ്യാപിപ്പിക്കാനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് തന്നെ അത് നടപ്പിലാകുമെന്ന് തന്നെ പറയുന്നു. അതുകൊണ്ട് കേവലം ഒരു വിപണിയെ മാത്രം ആശ്രയിക്കാതെ, അമേരിക്ക എന്നുള്ള ഒരു വിപണിയെ മാത്രം ആശ്രയിക്കാതെ ആഗോളതലത്തിൽ ഇന്ത്യയുടെ വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് ഗുണമായിട്ടാണ് വരുന്നത്. കാരണം ഇതുവരെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് അമേരിക്കൻ വിപണിയായിരുന്നു. ഇപ്പോൾ അത് ചൈന, ലാറ്റിൻ അമേരിക്ക തുടങ്ങി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വരെ നമ്മളത് ഉയർത്താൻ പോവുകയാണ്. ഇത് മാത്രമല്ല, ഇന്ത്യയിലെ റഷ്യൻ അംബാസഡർ ഒരു കാര്യം വെളിപ്പെടുത്തിയിരുന്നു. അതായത് ഇന്ത്യക്ക് ഞങ്ങൾ വിപണി തുറന്നു നൽകാം എന്നുള്ള ഒരു മുന്നറിയിപ്പ്, ഒരു തീരുമാനം അവിടെ നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിപണി ഇല്ലാതെ ഇതെല്ലാം ഇവിടെ അങ്ങ് കുഴിച്ചു മൂടാനുള്ള ഒരു അവസ്ഥയൊന്നും ഇന്ത്യക്ക് ഉണ്ടാകില്ല. ഇന്ത്യക്ക് അമേരിക്ക അല്ലെങ്കിൽ മറ്റൊരു വിപണി. പിന്നെ ഈ അമേരിക്കയുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയും നമ്മളും തമ്മിൽ ഏറ്റവും കൂടുതൽ വ്യാപാരം, അതായത് കടൽ വഴിയുള്ള വ്യാപാരമാണ്. അത്
അതിൽ ഒരു കുറവ് വരുമ്പോൾ ശരിയാണ് നമ്മുടെ ഷിപ്പിംഗ് മേഖലയെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് പക്ഷേ അതിനും നമുക്ക് പോംവഴികളുണ്ട്. ഇപ്പോൾ ഒരു വഴിയല്ലല്ലോ എല്ലാ രാജ്യങ്ങൾക്കും. ഒന്ന് അടയ്ക്കപ്പെട്ടാൽ മറ്റൊരു വഴി തുറന്നു കിട്ടും. ഇപ്പോൾ ഈ റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുന്നത് നമുക്ക് പ്രതിസന്ധി അല്ലെന്നാണോ? അവിടെ നിന്ന് നമുക്ക് സാധനങ്ങൾ വരുന്നതാണ്, ഇതിൽ കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ പരിഹരിക്കുന്നില്ലേ? അതുപോലെ തന്നെ ഇതിപ്പോൾ ഏത് മേഖലയിൽ നിന്ന് നമുക്കൊരു പ്രതിസന്ധി വന്നാലും അതിന് ബദൽ മാർഗം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതൊരു അവസരമാണ്. അതായത് നമ്മൾ ഇനി ഇതിനെ എങ്ങനെ മറികടക്കണമെന്ന് സൊല്യൂഷൻ കണ്ടെത്താനുള്ള ഒരു അവസരമാണ്. അതുകൊണ്ട് അത് കൃത്യമായി ഇന്ത്യ വിനിയോഗിക്കുക. നമ്മൾ മറ്റ് മാർക്കറ്റുകൾ നോക്കുക. അല്ലാതെ ഈ അമേരിക്ക ലോകം ഭരിക്കുന്നു എന്നുള്ള രീതി, അതൊക്കെ എടുത്ത് തോട്ടിക്കളയേണ്ട ഒരു സമയം കഴിഞ്ഞു. ഇതിൽ ചെറിയൊരു പ്രശ്നം ഇപ്പോൾ വരുന്നത്, ഇന്ത്യ US-ലേക്ക് ഓൾറെഡി കയറ്റുമതി ചെയ്ത ഉൽപ്പന്നങ്ങളുണ്ടല്ലോ, ഈ ഉൽപ്പന്നങ്ങൾ സെപ്റ്റംബർ 16-നകം US-ൽ എത്തണം. അത് സപ്പോസ് എന്തെങ്കിലും ഷിപ്പിങ്ങിലുള്ള ബുദ്ധിമുട്ടുകൾ കാരണം സെപ്റ്റംബർ 16 മാറി 17 ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് 50% തീരുവ ആ സംഭവങ്ങൾക്കും കൊടുക്കും. അപ്പോൾ ഇതെല്ലാം തന്നെ, കാരണം ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയിൽ 19 അല്ലെങ്കിൽ 20% വിഹിതം വരുന്നത് US-ലേക്ക് കയറ്റുമതി ചെയ്യുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ 50% തീരുവ നമ്മളെ ബാധിക്കുന്നത്. കാരണം 19 മുതൽ 20% വരെ നമ്മൾ അതിനെയാണ് ആശ്രയിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് US-ൽ എത്തുന്ന 66% ഉൽപ്പന്നങ്ങളെയും 50% തീരുവ പ്രകാരം ബാധിക്കും. എന്ന് പറഞ്ഞാൽ മൊത്തം കയറ്റുമതി വരുമാനത്തിൽ ഏതാണ്ട് $60.2 കോടി മതിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ ബാധകമാണ്. ടെക്സ്റ്റൈൽസ്, പാദരക്ഷകൾ, സമുദ്രോൽപ്പന്നങ്ങൾ പ്രത്യേകിച്ച് ചെമ്മീൻ, ജം ആൻഡ് ജ്വല്ലറി, ഓർഗാനിക് കെമിക്കലുകൾ, സ്റ്റീൽ, അലുമിനിയം, ചെമ്പ്, വ്യാവസായിക ആവശ്യത്തിനുള്ള മെഷീനറികൾ, ഫർണിച്ചറുകൾ, വാഹന ഘടകങ്ങൾ, ഇവയ്ക്കെല്ലാം തന്നെ തീരുവ കൂട്ടിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള മരുന്നുകൾ, സ്മാർട്ട് ഫോണുകൾ, മറ്റ് ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ, സ്റ്റീൽ, അലുമിനിയം തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ, ഇവയ്ക്ക് തൽക്കാലം തീരുവ ഭാരമില്ല. പക്ഷേ മരുന്നിനും ഫർണിച്ചറിനും തീരുവ കൂട്ടുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഈ തർക്കം നിലനിൽക്കുമ്പോൾ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വെട്ടിമുറിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോഴും അതിലത്തെ മുതിർന്ന ഉദ്യോഗസ്ഥർ വെർച്വൽ മീറ്റിംഗ് നടത്തുന്നുണ്ട് ഇന്ത്യയുമായിട്ട്. അതുകൊണ്ട് മാനുഷിക സഹായം, പരസ്പര വ്യാപാര പരിപാടികൾക്ക് കീഴിലുള്ള സാധനങ്ങൾ, ഇവയെല്ലാം തന്നെ താരിഫിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുമായി ഇനിയൊരു പൂർണ്ണമായൊരു വ്യാപാര യുദ്ധത്തിനാണ് അമേരിക്ക വരുന്നത് എന്ന് പറയുന്നില്ല. കുറച്ചൊക്കെ മാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം നിർത്തിവെച്ചിട്ടുണ്ട്. അതിലൊന്നും തീരുവ കൂട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മരുന്നിനെല്ലാം കൂട്ടും. ഇനി അവിടെയാണ് പ്രതിസന്ധി, മരുന്നിന് കൂട്ടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ ഒരു തരത്തിലുള്ള സമ്മർദ്ദത്തിനും വഴങ്ങില്ല എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ താല്പര്യങ്ങൾ ബലി കഴിക്കാൻ അത് ഒരിക്കലും തയ്യാറാവില്ല. ഇന്ത്യൻ താല്പര്യങ്ങൾക്ക് ബലി കഴിച്ചുകൊണ്ട് അമേരിക്കയുടെ ഈ പിടിവാശിക്ക് നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ തീർച്ചയായും പുതിയ ഒരു മാർഗം നമ്മൾ എടുക്കും എന്ന് തന്നെയാണ് പറയുന്നത്. ഇതിപ്പോൾ ഈ ഇന്ത്യയുമായിട്ടുള്ള ഈ തീരുവ യുദ്ധം അത് മുൻപോട്ട് കൊണ്ടുപോകാൻ ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപിനും കഴിയില്ല. കാരണം ഇന്ത്യ എന്ന രാജ്യത്തെ പിണക്കി മുൻപോട്ട് പോകുക എന്നുള്ളത് അസാധ്യമാണ്. കാരണം ലോകക്രമം മാറിയതോടുകൂടി നമ്മളുടെ ശക്തി എന്താണ് എന്നുള്ളത് ലോകം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു തീരുവ പ്രഖ്യാപിച്ചത് കൊണ്ട് ഇന്ത്യ അങ്ങ് ഭയപ്പെടുമെന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ആയിരുന്നു ട്രംപിനുണ്ടായിരുന്നത്. പക്ഷേ അമ്പിനും വില്ലിനും അടുക്കാതെ ഇന്ത്യ നിന്നതോടെ നാണം കെട്ടുപോയി. അതായത് ട്രംപിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കാതെ നമ്മൾ വന്നതോടുകൂടി തന്നെ ട്രംപിന് അത് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആകെ എല്ലാ വിഷയത്തിലും നാണം കെട്ട് നിൽക്കുകയായതുകൊണ്ട് തന്നെ ഈ തീരുവ പ്രഖ്യാപിച്ചത് ഉടനെ പിൻവലിച്ചു കഴിഞ്ഞാൽ അത് ഒരു ക്ഷതമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ച് നാൾ ഇങ്ങനെ ഒന്ന് കൊണ്ടുപോകണം. എന്നിട്ട് ഇന്ത്യയുമായി 1-2 ചർച്ചകൾ നടത്തണം. ഈ ചർച്ചകൾക്ക് ശേഷം ഈ തീരുവ ഞാൻ അങ്ങ് എടുത്ത് മാറ്റുന്നു. അപ്പോൾ എൻ്റെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് മുൻപിൽ ഇന്ത്യ അടിയറവ് പറഞ്ഞു. മുൻപിലെ പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധം അവസാനിപ്പിച്ചത് ഞാനാണ്, എൻ്റെ ഒരൊറ്റ ഫോൺ കോളിലാണ് എന്ന് പറഞ്ഞതുപോലെ ഒരു കേമത്തം കാണിക്കണം. അത്രയുമേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷേ കളിച്ച കളി കൈവിട്ടുപോയി. അവിടെയാണ് ഇതിലെ ബുദ്ധിമുട്ട്. അതായത് ഇതിലെ മിസ്റ്റർ കോഞ്ഞിക്കര നിൽക്കുന്നത് പോലെ ഇന്ത്യ ഒരു ഒറ്റ നിൽപ്പങ്ങ് നിന്നു. അവിടെയാണ് കളി മാറിപ്പോയത്. ഇതില് പക്ഷെ നമുക്ക് ദോഷം വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ, കർഷകരെയും അതുപോലെ തന്നെ മറ്റ് ചെറുകിട വ്യാപാരികളെയും ബാധിക്കും. നേരത്തെ പ്രക്ഷോഭ പറഞ്ഞ പോലെ കൈത്തറി വ്യാപാരത്തിനെ ഇത് കാര്യമായിട്ട് ബാധിക്കും. കാരണം 50% തീരുവ പറഞ്ഞിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും ഇന്ത്യയും US-ഉം തമ്മിൽ നിലവിലുള്ള ഒരു വാണിജ്യ താല്പര്യ കരാറുണ്ട്. ഈ
ഈ വാണിജ്യ താല്പര്യ കരാർ പ്രകാരം ചില ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ഇതിനു മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. എല്ലാത്തിനും ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഈ വാണിജ്യ താല്പര്യ കരാർ പ്രകാരം ചിലതിന് കുറച്ച് കൂടുതലുണ്ട്. അതിലുള്ളതാണ് ഈ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ. കരകൗശല വസ്തുക്കൾക്ക് ലോകം മുഴുവൻ ഇന്ത്യയുടെ ഉള്ളതാണ്. അതായത് വലിയൊരു വിപണിയാണ് നമ്മുടെ അത്. അപ്പൊ ഈ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾക്ക് 9% ഓൾറെഡി ഉണ്ട്. അതിന്റെ കൂടി 50% കൂടിയും വരുമ്പോൾ 59% തീരുവ കൊടുക്കേണ്ടി വരും. അതുപോലെ മറ്റ് വസ്ത്രങ്ങൾ, റെഡിമെയ്ഡ് അല്ലാത്ത തുണിത്തരങ്ങൾ, ഇവയ്ക്ക് 13.9% വരെ കൂടും. 50 കൂടെ 13.9 കൂടി കൂടുമ്പോൾ 63.9% നികുതി കൊടുക്കേണ്ടി വരും. ഓർഗാനിക് കെമിക്കൽസ് 4%, കാർപ്പറ്റുകൾക്ക് 2.9%, സ്വർണം, ഡയമണ്ട് തുടങ്ങിയവയ്ക്ക് 2.1, ഫർണിച്ചറിനും കിടക്കകൾക്കും 2.3. ഇതെല്ലാം വാണിജ്യ താല്പര്യ കരാറുണ്ട്. അപ്പൊ ഇതുകൂടി കൂട്ടുമ്പോൾ ഈ തീരുവ 50% ഒതുങ്ങില്ല. അതൊരു ചെറിയ പ്രശ്നമായിട്ട് ഇന്ത്യക്ക് നിൽക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ട്രംപ് ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നേരത്തെ നമ്മൾ പലപ്പോഴും പറഞ്ഞതുപോലെ തന്നെ ഒരു അസൂയ അല്ലെങ്കിൽ കല്ലുകടി വന്നിട്ടുണ്ട്. കാരണം US-ഉം ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരം നടത്തുമ്പോൾ അതിലെപ്പോഴും ഇന്ത്യക്ക് വ്യാപാര സർപ്ലസ് ആണ് വന്നിരുന്നത്. അതുകൊണ്ടാണ് ഈ ട്രംപ് ഈ തീരുവ വടി എന്ന് പറയുന്ന ഈ സംഭവം എടുക്കാനുള്ള കാരണം. കാരണം ഇന്ത്യക്ക് എപ്പോഴും ലാഭമായിരുന്നു. കാരണം 2024-25 കണക്ക് നോക്കുകയാണെങ്കിൽ $131.84 ബില്യൺ ഉഭയകക്ഷി വ്യാപാരമാണ് ഇന്ത്യയും US-ഉമായിട്ട് നടത്തിയത്. $131.84 ബില്യൺ. ഇതിൽ 86.51 ബില്യനും ഇന്ത്യയിൽ നിന്ന് US-ലേക്ക് കയറ്റുമതി ചെയ്തതാണ്. US-ൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയത് 45.33 ഉള്ളൂ. അങ്ങനെ വന്ന് നോക്കുമ്പോൾ $41.18 ബില്യൺ വ്യാപാര സർപ്ലസ് ഇന്ത്യക്കുണ്ട്. നമ്മളാണ് അങ്ങോട്ട് കൂടുതൽ കയറ്റുമതി ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ $41.18 ബില്യൺ വ്യാപാര സർപ്ലസ് എന്ന് പറഞ്ഞാൽ അത്രയും വരുമാനം ഇന്ത്യക്ക് കിട്ടുന്നു. അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്ക് അത്രയും വ്യാപാരം, കൂടുതൽ പണം ലഭിക്കുന്നു. $41.18 ബില്യൺ സർപ്ലസ് നമുക്ക് ലഭിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് അതങ്ങ് പുള്ളി ചെത്തിക്കളഞ്ഞത്. അപ്പോൾ പക്ഷെ അതിൽ ഇന്ത്യ കുലുങ്ങാത്തതിന് കാരണം എന്താണ്? ഈ പോഞ്ഞിക്കര നിൽക്കും പോലെ ഇന്ത്യ നിൽക്കാനുള്ള കാരണം എന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ടോട്ടൽ എടുത്ത് നോക്കിയാൽ ഇന്ത്യൻ GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിന്റെ 60% ആഭ്യന്തര ഉപഭോക്തൃ വിപണിയാണ്. നമ്മുടെ ഇവിടെ തന്നെയുള്ള ആഭ്യന്തരമായിട്ട് നടത്തുന്ന ഉപഭോക്തൃ വിപണിയിൽ നിന്ന് കിട്ടുന്നതാണ് 60%. അതുകൊണ്ട് കയറ്റുമതി മേഖലയ്ക്ക് ഉണ്ടാകുന്ന തിരിച്ചടി അത് നമ്മുടെ GDP-യെ ബാധിക്കില്ല. ഒരു രാജ്യത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് നാഷണൽ ഇൻകം കൂടുന്നത് GDP അനുസരിച്ചാണ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അനുസരിച്ചാണ്. അപ്പോൾ നമ്മൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മുടെ രാജ്യത്ത് GDP നിയന്ത്രിക്കുന്നത് നമ്മുടെ ആഭ്യന്തര ഉൽപാദനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ട്രംപ് പ്രഖ്യാപിച്ച 50% തീരുവ മൂലം GDP-യിൽ ആകെ ഉണ്ടാകുന്ന വ്യത്യാസം 0.2%, അല്ലെങ്കിൽ ഏറിയാൽ 1% വരെയാണ് അത് വരുന്നുള്ളൂ. അപ്പോൾ അത്ര വരുമ്പോൾ തീരുവ ഭാരം മൂലം ഇന്ത്യക്ക് 7 മുതൽ 25 ബില്യൺ വരെ നഷ്ടമുണ്ടാകും നേരത്തെ കണക്കനുസരിച്ച് നോക്കുമ്പോൾ. പക്ഷെ അങ്ങനെയാണെങ്കിലും നമുക്ക് ആഭ്യന്തര ഉൽപാദനം നമ്മൾ ഇനിയും കൂട്ടുകയാണെങ്കിൽ, അപ്പൊ എന്താണ് മോദി സർക്കാർ ചെയ്യേണ്ടത്? ഇപ്പൊ തന്നെ GDP ഉണ്ടാകുന്നത് ആഭ്യന്തര ഉൽപാദനം കാരണമാണ്. നമ്മുടെ രാജ്യത്തിനകത്തുള്ള ഉൽപാദനം കൊണ്ടാണ് നമ്മുടെ നാഷണൽ ഇൻകം കൂടുന്നത്. അപ്പൊ നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, നമ്മുടെ ആഭ്യന്തര ഉപഭോഗം പിന്നെയും കൂട്ടുക, കയറ്റുമതി വിപണി വൈവിധ്യവൽക്കരിക്കുക, അമേരിക്കയ്ക്ക് മാത്രമല്ലാതെ മറ്റ് രാജ്യങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ വിപണി തുറന്നു കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ രാജ്യത്തിനകത്ത് തന്നെ ഉള്ള സാധനങ്ങളെല്ലാം കയറ്റുമതി ചെയ്യാതെ രാജ്യത്തിനകത്ത് തന്നെ ആഭ്യന്തര ഉപഭോഗം വർദ്ധിപ്പിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുക. നല്ല സാധനങ്ങൾ, നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഇന്ത്യൻ വിപണിയിൽ കൊടുത്താൽ ഇന്ത്യക്കാരത് വാങ്ങിക്കോളും. കാരണം ഇന്ത്യ ഇപ്പോൾ ദരിദ്ര രാജ്യമൊന്നുമല്ല, ഇന്ത്യയിലെ ആൾക്കാർക്ക് അതിനുള്ളതുണ്ട്. അത് കാരണം ക്വാളിറ്റി ഫുഡിൻ്റെ ഐറ്റം ആയാലും അല്ലെങ്കിൽ വസ്ത്രങ്ങളായാലും എന്ത് തന്നെ ആയാലും ക്വാളിറ്റി ഐറ്റം കുറച്ച് വില കൂടുതലാണെങ്കിൽ പോലും ഇന്ത്യക്കാരത് വാങ്ങിക്കോളും. അപ്പോൾ അങ്ങനെ GST സ്ലാബിൽ നിന്ന് 12%, 28% എന്നീ സ്ലാബുകൾ ഒഴിവാക്കുക. അങ്ങനെയാണെങ്കിൽ ഉപഭോക്താക്കൾക്ക് വില കുറഞ്ഞ സാധനങ്ങൾ കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഒരു സ്ലാബ് ഇട്ടിട്ടുണ്ട്, 28% സ്ലാബ് ഇട്ടിട്ടുണ്ട്. ആ സ്ലാബ് ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആഭ്യന്തര സാധനങ്ങളുടെ വില കുറയും, കൂടുതൽ ആൾക്കാരത് വാങ്ങും, അപ്പോൾ നമ്മുടെ GDP കൂടും. അപ്പോൾ ഇത് നമ്മളെ, അതുകൊണ്ടാണ് ഈ മിസ്റ്റർ പോഞ്ഞിക്കര നിൽക്കും പോലെ മോദി നിൽക്കാനുള്ള കാരണം ഇത് നമുക്ക് അറിയുന്നത് കൊണ്ടാണ്. അപ്പം നമ്മൾ ഈ 2 കാര്യങ്ങൾ മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അതുപോലെ തന്നെ ഫുട്വെയറിന്റെ ശ്രേണി നോക്കുകയാണെങ്കിൽ US-ലേക്ക് കയറ്റുമതി ഒന്നുമില്ല. 50% തീരുവ കേരളത്തിൽ ഫുട്വെയറിന്റെ കാര്യത്തിൽ ബാധിക്കുകയില്ല. ആകെ ബാധിക്കുന്നത് വസ്ത്രം, കയറ്, സീ ഫുഡ്, സുഗന്ധവ്യഞ്ജനങ്ങൾ. ഇതിന് ആണ് ഈ 50% തീരുവ പ്രശ്നമാകുന്നത്.
ഇതിന് വേണ്ടിയിട്ട് മറ്റ് രാജ്യങ്ങളിൽ കൂടി ബദൽ വിപണികൾ കണ്ടെത്തുക. വസ്ത്രങ്ങൾക്കും സുഗന്ധദ്രവ്യങ്ങൾക്കും ഒക്കെ ബദൽ വിപണി കണ്ടെത്താൻ എളുപ്പമാണ്. മുൻപ് നമ്മൾ അവിടെ മറ്റ് ബദൽ സംവിധാനങ്ങൾ കണ്ടെത്തുക. അപ്പോൾ ഈ സുഗന്ധവ്യഞ്ജനങ്ങൾ, തുണിത്തരങ്ങൾ, അതിന്റെ കാര്യത്തിലൊക്കെ നമുക്ക് ഒരു പോംവഴി കണ്ടെത്താം. പക്ഷേ സീ ഫുഡ് പ്രശ്നമാണ്. കാരണം ഇത് നമുക്ക് അധികം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന സാധനമല്ല. അതിനിപ്പോ ഇത്രയും പറ്റുള്ളൂ, ആ സ്ലാബ് കുറച്ച് മാറ്റുക. ചെമ്മീൻ ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ്. കാരണം ആഭ്യന്തര ഉപഭോഗം കൂട്ടാൻ നോക്കുക. ഇതിന്റെ നിലവാരം എല്ലാം ക്വാളിറ്റി എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് ഒരു രാജ്യം അത് ഏറ്റെടുക്കുക. അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു പിഴവ് വന്നാൽ പോലും അത് തിരിച്ചയക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ ഈ സീ ഫുഡ് നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അപ്പോൾ അവിടെയും ഒരു പ്രതിസന്ധി ഉണ്ട്. ഇത് ഈ പറയുന്ന പോലെ തന്നെ ഈ സീ ഫുഡിന്റെ കാര്യത്തിൽ ഈ പ്രതിസന്ധി ഉയരുമ്പോൾ ഇത് മത്സ്യത്തൊഴിലാളികളെ ഉൾപ്പെടെ ബാധിക്കുന്ന വിഷയമാണ്. ഇതിലെല്ലാം ഒരു ബദൽ മാർഗം എത്രയും പെട്ടെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിന് മുൻപ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു അവസരമാണ്, നമുക്ക് ചില പാഠങ്ങൾ പഠിക്കാനുള്ള അവസരം. ഇനിയിപ്പോ ഉൾപ്പെടെ കയറ്റാം, കാരണം ചൈനയുമായിട്ട് അടുത്ത ബന്ധം വരുന്നുണ്ട്. അപ്പോ വേറെ ബദൽ മാർഗങ്ങൾ കണ്ടെത്തുക എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്ത് ചൈനയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ എന്തിനാണ് ഈ പറയുന്ന രാഗി അല്ലെങ്കിൽ നമ്മുടെ ദേശീയ പതാക, നമുക്ക് വേണ്ട കളിപ്പാട്ടങ്ങൾ, ഇതൊക്കെ ചൈനയിൽ നിന്ന് നമ്മൾ എന്തിനു മേടിക്കണം? നമ്മുടെ രാജ്യത്ത് തന്നെ ചെയ്യാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ കൂടുതൽ വ്യാപാരങ്ങൾ ഇന്ത്യയിൽ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അത് ഇവിടുത്തെ ജനങ്ങൾക്കും വലിയൊരു ഉപകാരമാണ്. ഇതുവരെ ഇപ്പോൾ പലരും ഈ കോർപ്പറേറ്റുകളുടെ കാര്യമല്ല, നമ്മൾ സാധാരണക്കാരെ തുടങ്ങുന്ന ചില ചെറിയ സംരംഭങ്ങളുണ്ടല്ലോ, അത്തരത്തിലുള്ള സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണം കൂടിയുണ്ട്. പ്രൊഡക്ഷൻ, ആഭ്യന്തര ഉൽപാദനം കൂടുമ്പോൾ അതിനനുസരിച്ച് തൊഴിൽ വർദ്ധിക്കും. തൊഴിൽ വർദ്ധിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഇൻകം വർദ്ധിക്കും, ജീവിത നിലവാരം മാറുകയാണ്. അവർ കൂടുതൽ പണം കൊടുത്ത് സാധനങ്ങൾ വാങ്ങാൻ തയ്യാറാവും. അപ്പൊ ഈ കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങളുടെ അത്രയും ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെ നമ്മുടെ രാജ്യത്ത് തന്നെ വാങ്ങാൻ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ അത് ജീവിത നിലവാരം ഓരോരുത്തരുടെ മാറുകയാണ്, വലിയ തൊഴിൽ സാധ്യതകൾ ഉണ്ടാകുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് രാജ്യം കൂടുതൽ കടക്കുക. പലരും ഇത്തരത്തിലുള്ള ചെറുകിട സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നവർ പിന്നീട് അതുമായി മുൻപോട്ട് പോകാത്തത് ഈ നമ്മുടെ ഈ സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങി ഇതിന് അനുമതി നേടിയെടുക്കുക എന്നുള്ള ഒരു വലിയ ഭാരിച്ച ജോലിയാണ്. ഒരു സിനിമ ഉണ്ടായിരുന്നില്ലേ, മോഹൻലാല് ഗൾഫിൽ നിന്ന് വന്നിട്ട് ഒരു വ്യവസായം തുടങ്ങാൻ വേണ്ടി ചന്ദനത്തിരിയോ അങ്ങനെ ബസിന്റെ അല്ല, ഒരു അവസാനം ഒരു വ്യാപാരം തുടങ്ങാൻ നോക്കുന്നുണ്ട്. ഒരു കാരണവശാലും ആ വ്യാപാരം തുടങ്ങാൻ പറ്റുന്നില്ല. ഈ അത്തരത്തിലുള്ള ഈ അധിക അലച്ചിലുകളൊക്കെ, അതായത് ഇതൊക്കെ ഒന്ന് ഈസി ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ തന്നെ നടക്കുന്ന കാര്യങ്ങളാണ് എല്ലാം. നമ്മൾ അതുകൊണ്ട് കൂടിയാണ് ഇതെല്ലാം നമ്മൾ സ്വയം പഠിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അല്ലാതെ ഇപ്പോൾ ഞങ്ങൾക്ക് അമേരിക്ക ഉണ്ട്, ഞങ്ങൾക്ക് റഷ്യ ഉണ്ട് എന്നൊന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന യുദ്ധം ഈ രീതിയിലൊക്കെ ആകും. സൈനിക യുദ്ധമൊന്നും ഇനിയുള്ള കാലത്ത് അങ്ങനെ നടക്കാൻ വലിയ സാധ്യതയൊന്നുമില്ല. ഈ പറയുന്ന പോലെ തന്നെ ഈ തീരുവ യുദ്ധം പോലെയുള്ള ഒരു രാജ്യത്തെ പ്രതിസന്ധിയിലാക്കുന്ന, അവരുടെ സാമ്പത്തിക നട്ടലിനെ തകർക്കുന്ന രീതിയിലുള്ള യുദ്ധങ്ങളായിരിക്കും പല രാജ്യങ്ങളും പുറത്തെടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ മിത്രമായിട്ട് കാണുന്നവർ നാളെ ശത്രുവാകുന്ന അവസ്ഥ നമുക്ക് അമേരിക്കയുടെ കാര്യത്തിൽ തന്നെ നമ്മൾ കണ്ടു. അപ്പോൾ ഇതൊക്കെ ഒരു പാഠമാക്കുക എന്നുള്ളതാണ്. എന്തായാലും അമേരിക്കയുടെ ഈ ഭീഷണിക്ക് മുൻപിൽ വഴങ്ങാത്തതിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. കാരണം അല്ലെങ്കിൽ പോയി അങ്ങ് കുമ്പിട്ട് നിന്ന് കൊടുത്തിരുന്നെങ്കിൽ നമ്മൾ എല്ലാ കാലത്തും കുമ്പിട്ട് നിൽക്കേണ്ടി വരുമായിരുന്നു. അങ്ങനെ നിൽക്കേണ്ട ഒരു രാജ്യമൊന്നും അല്ല ഇന്ത്യ. അത് ഒരു കാലത്തും പണ്ട് നമ്മുടെ മുഴുവൻ കൊള്ളയടിച്ച് ബ്രിട്ടീഷുകാർ നമ്മുടെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ച് കൊണ്ടുപോയിട്ട് പോലും നമ്മൾ തല ഉരിച്ചു നിന്നിട്ടില്ല. അപ്പൊ പിന്നെ ഇപ്പൊ ഈ പറയുന്ന അമേരിക്കയുടെ ഉമ്മാക്കിക്ക് മുൻപിലൊന്നും നട്ടല് വിളക്കേണ്ട ഒരാവശ്യവും ഇന്ത്യക്കില്ല. കൂടുതൽ വിപണികൾ നമുക്ക് കണ്ടെത്താനും പറ്റും. യൂറോപ്പിലെ, മിഡിൽ ഈസ്റ്റിലെ, ആഫ്രിക്കയിലേക്ക് എല്ലാം തന്നെ നമ്മുടെ സാധനങ്ങൾ കൂടുതലായിട്ട് പുതിയൊരു വിപണി കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇത് എല്ലാം നമ്മുടെ നാട്ടിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എല്ലാം നല്ലതിന്. അപ്പോൾ ഇപ്പോൾ ട്രംപിന് ഇത് തോന്നിയതും നമ്മുടെ നല്ലതിന് തന്നെ. കൂടുതൽ വിപണി നമ്മൾക്ക് കൂടാൻ പോകുന്നു, കൂടുതൽ പ്രൊഡക്ഷൻ രാജ്യത്ത് വർദ്ധിക്കാൻ പോകുന്നു, കൂടുതൽ തൊഴിലുകൾ ലഭിക്കാൻ പോകുന്നു. അങ്ങനെയുള്ള രീതിയിലേക്ക് നമ്മൾ മാറുകയാണെങ്കിൽ ഇത് നല്ലത് തന്നെയാണ്. ഈ വ്യാപാര കരാറ് ട്രംപ് ഇപ്പോൾ ചെയ്തിട്ടുള്ള ഈ 50% നമുക്ക് ഗുണകരം, ഒരു വഴി കൂടെ നമുക്ക് ഗുണകരമാക്കിയെടുക്കാം. അതെ, എന്തായാലും ട്രംപിന്റെ ഉമ്മാക്ക് ഇനി എവിടെ വരെ പോകുമെന്ന് നമുക്ക് നോക്കാം. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.